ഹലോ ഗൈസ്, പത്തനംമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നവി പറയുന്നുണ്ട്, മോളെ നീ SI ആയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചിലരോടൊക്കെ പ്രതികാരം വീട്ടാനെന്ന്. അപ്പോൾ എല്ലാവരും നവിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നവി പറയും, വേറെ ആരോടുമല്ല, എൻ്റെ ഭർത്താവിനെയും അമ്മായിമ്മയും ഒന്ന് മര്യാദ പഠിപ്പിക്കാനായിട്ടാണ്. ശരിക്കും എൻ്റെ ഭർത്താവിന് ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട്. അവനെ പിടിച്ച് അകത്തിട്ട് 2 ഇടിയൊക്കെ കൊടുക്കണം, എന്നാലെങ്കിലും നന്നാവുമോ നോക്കാമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവർക്കും അങ്ങ് സങ്കടമാകുന്നുണ്ട്. അതെന്തായാലും പോട്ടെ, അമ്മ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നവി ചോദിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ വരുമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് ഇനിയും വല്ലതും ഉണ്ടാക്കണമെന്ന് പറയും. എന്നാൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് കയറിപ്പോവും. ഞാൻ സഹായിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് നവ്യ. നീ നേരത്തെ സഹായിക്കത്തില്ലായിരുന്നു, പിന്നല്ലേ ഇപ്പം അടുക്കളയിൽ കയറുന്നേ, അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയും. എന്നിട്ട് നയനെയും വിളിച്ചുകൊണ്ട് കനക അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നവ്യ നന്ദുവിനോട് പറയും, മോളെ നീ SI ആയി കഴിഞ്ഞിട്ട് പിന്നെ വേറെ ടെസ്റ്റൊക്കെ എഴുതണം, ഉയർന്ന പോസ്റ്റിലേക്കൊക്കെ പോകണം, പെട്ടെന്ന് തന്നെ നീ CI ആകും, പിന്നെ DIG ആകും, IG ആകും. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സന്തോഷം കൊണ്ടെന്ന് പറഞ്ഞ് നവ്യ നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ആദർശ് നയനയുടെ വീട്ടിലേക്ക് പോരുകാരെന്ന് തോന്നുന്നു. കാറിലിരിക്കുമ്പോഴാണ് ദേവയാനി വിളിക്കുന്നത്. ഹലോ അമ്മ, എന്താ വിളിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, നിൻ്റെ ഭാര്യയുടെ അനിയത്തി ഇവിടെ വന്നിരുന്നു ഇന്ന്, അവൾക്ക് SI സെലക്ഷൻ കിട്ടിയെന്നോ ഒക്കെ പറഞ്ഞ് പോയിട്ടുണ്ടെന്ന് പറയും. പിന്നെ അവളത് അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. അവൾ അത് അറിയുകയും ചെയ്തു, ചേച്ചിയും കൂട്ടി അവൾ അവരുടെ വീട്ടിലേക്ക് പോയെന്ന് പറയും. നവ്യ എപ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ട് വന്നെന്ന് ചോദിക്കും. അത് നവിയെ വിളിച്ചായിരുന്നു നയനയോട്. അപ്പം നയനയും ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോയെന്ന് പറയും. അപ്പം നീയും ആ പുറകെ അങ്ങ് പോവുമല്ലോ അല്ലേന്ന് ചോദിക്കും. ഞാനും അങ്ങോട്ടൊന്ന് പോകണം അമ്മയെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയായാലും പെട്ടെന്ന് തന്നെ വൈകുന്നേരത്തേക്ക് ഇങ്ങനെ വരണമെന്ന് പറയും. ഇന്നൊരു സന്തോഷമുള്ള ദിവസമല്ലേ അമ്മേ, അവൾ വേണമെങ്കിൽ ഇന്ന് അവിടെ തങ്ങട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നു പറയും. വേണ്ട വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയും. അതെന്താ അമ്മേ അവൾ അവിടെ തങ്ങിയാലെന്ന് ആദർശ് ചോദിക്കും. വേണ്ട, അവൾ അവിടെ തങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീ ഒന്നുകിൽ അവിടെ തങ്ങും, അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ വന്നാലും ഉറക്കമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നിൻ്റെ വിഷമമൊന്നും എനിക്ക് കാണാൻ വയ്യാതുകൊണ്ട് വൈകുന്നേരം ആണെങ്കിൽ അവളെ ഇനി കൊണ്ടുപോരണം. പിന്നെ വേണമെങ്കിൽ നവ്യ അവിടെ 2 ദിവസം നിന്നോട്ട്, അവൾക്ക് വയ്യാത്തതൊക്കെ അല്ലേ, പക്ഷേ നയനെ ഇങ്ങ് കൊണ്ടുപോകണമെന്ന് പറയും. ഞാൻ പറഞ്ഞു നോക്കാമെന്ന് ആദർശ് പറയുന്നുണ്ട്. പറഞ്ഞു നോക്കാനൊന്നും ഇല്ല, നീ അവളുടെ അടിമയൊന്നും അല്ലല്ലോ, നീ അവളെ വിളിച്ചോണ്ടേ വൈകുന്നേരം വീട്ടിൽ വരാവുള്ളെന്ന് പറയും. എന്നാൽ ശരി അമ്മയെന്ന് പറഞ്ഞ് ആദർശ് ഫോൺ വെക്കും. എന്നിട്ട് മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഈ അമ്മയ്ക്ക് എന്നെ ഇങ്ങനെ അവളെ ഇട്ട് കാണുകയും ചെയ്യരുത്, പക്ഷേ അവളെ 2 ദിവസത്തേക്ക് വീട്ടിൽ നിർത്താനും സമ്മതിക്കുന്നില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേർ ഇതൊക്കെ സമ്മതിക്കുകയോ ഇല്ലയോ ആവോ എന്നൊക്കെ പറഞ്ഞാണ് ആദർശ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. അന്നേരം ദേവയാനി ഫോൺ വെച്ചിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. നയനെ കാണാതിരിക്കാൻ ഇപ്പം ദേവയാനിക്ക് പറ്റുന്നേ ഇല്ല. അതാണ് കാരണം. നന്ദു അനന്തപുരി വന്നിട്ട് പോയി, എൻ്റെ കലിപ്പ് തീരുന്നേ ഇല്ല അനാമികയ്ക്ക്. അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്താണ് ജലജ അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് ജലജ ചോദിക്കും, മോളെ എന്തായാലും അവൾ ഇവിടെ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മോക്കല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അനാമിക ഒന്നും മിണ്ടുന്നില്ല. എന്തൊക്കെയായെന്ന് പറഞ്ഞാലും അവൾ SI ആകുന്നത് അത്ര നല്ലതിനൊന്നും അല്ല, അവൾ ഇവിടുത്തെ പല കേസുകളും കുത്തിപ്പൊക്കുമെന്നൊക്കെ പറയും. അന്നേരത്തേന് അനാമിക പറയുന്നുണ്ട്, SI വലിയ പോസ്റ്റൊന്നുമല്ല, എൻ്റെ അച്ഛനാണ് DIG വരെയായിട്ടുള്ളവരോട് ബന്ധമുണ്ടെന്ന്. അന്നേരം ജലജ മനസ്സിലോർക്കുന്നുണ്ട്, പിന്നെ DIG ഈയിടെ വീട്ടിൽ കയറി ആരാണ്ടൊക്കെ കയറി തല്ലിയിട്ട് പോലും ഇതുവരെ അതാരാണെന്ന് പോലും അന്വേഷിച്ചിട്ടില്ല, ഇങ്ങനെയും ബെടായി അടിക്കുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. അവൾ SI ആയതിന് എനിക്ക് ഭയങ്കര സന്തോഷമായോ എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട്, അയ്യോ അവൻ ഒരുപാട് അങ്ങ് സന്തോഷമായെന്ന്. എൻ്റെ മോള് സൂക്ഷിച്ചോണം, ഇനി കൂടുതൽ അവർ തമ്മിൽ അടുക്കാനുള്ള കാരണമാകും ഇതിനൊക്കെ എന്ന് പറയും. പിന്നെ പറയുന്നുണ്ട്, എന്തൊക്കെയായെന്ന് പറഞ്ഞാലും അവൾ SI ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ പല കേസുകളും കുത്തിപ്പൊക്കും. ആ കൂട്ടത്തിൽ ഒരു കേസാണ് ഏട്ടത്തി മോക്ക് തന്ന ഒരു മാല കാണാൻ പോയില്ലേ, ആ കേസും, പിന്നെ നയന നവിക്ക് വേണ്ടി കാച്ചി വെച്ച പാല് കുടിച്ചിട്ടാണല്ലോ ഏട്ടത്തി ഹോസ്പിറ്റലിലായത്, ആ കേസും ഒക്കെ അവൾ കുത്തിപ്പൊക്കുമെന്നാണ് തോന്നുന്നത്. അന്നേരത്തേന് അനാമിക ഒന്ന് വിരളുന്നുണ്ട്. ആർക്കറിയാം, അവൾ പിന്നെ വൈരാഗ്യം തീർക്കാനായിട്ട് നമ്മളെയൊക്കെ ചിലപ്പം ഈ കേസിലൊക്കെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴത്തേനും അനാമിക പറയും, അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന്. അതൊന്നും പറയാൻ പറ്റത്തില്ല, അവൾക്ക് വൈരാഗ്യമുള്ളവരെയൊക്കെ അവർ ചിലപ്പം ഇതിനകത്തൊക്കെ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ജലജ അങ്ങ് പോകുന്നത്. അനാമിക വരണ്ടിരിക്കുകയാണ്. നയനയും നവ്യയും കൊണ്ടുവന്ന കേക്ക് മുറിക്കുകയാണ് നന്ദുവും കനകയും ഗോവിന്ദനും എല്ലാം കൂടി നിന്ന്. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് കയറി വരുന്നത്. എന്നെ കൂട്ടാതെ നിങ്ങളങ്ങ് കേക്ക് മുറിക്കാൻ തുടങ്ങുകയായിരുന്നല്ലേ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. അത് ആദർശേട്ടൻ വരുമെന്ന് പറഞ്ഞെങ്കിലും വരുമെന്ന് തോന്നിയില്ല, അതുകൊണ്ടാന്ന് പറയും. ഞാൻ വരുമെന്ന് പറഞ്ഞതല്ലായിരുന്നു, അപ്പം പിന്നെ വരാതിരിക്കുമോ എന്ന് ചോദിച്ച് എന്നാൽ മുറിക്കാൻ പറഞ്ഞ് എല്ലാവരുടെ കൂടി കേക്കൊക്കെ മുറിച്ച് എല്ലാവരുടെയും വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, എൻ്റെ മൂത്ത മരുമോനോട് ഈ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായേനെന്ന്. അമ്മ എന്തിനാ ഇപ്പോൾ അവൻ്റെ പേര് പറയുന്നേ, ഉള്ള സന്തോഷവും കൂടെ അങ്ങ് പോകും എന്ന് പറയും. അന്നേരം ആദർശ് പറയും, അതൊക്കെ ശരിയാകും, ഒരിക്കൽ അവനും ഈ കൂട്ടത്തിലൊക്കെ കൂടും
കൊണ്ടുവന്ന് പറയും. അതൊന്നും ഒരിക്കലും നടക്കുകയില്ല ആദർശേട്ടാ, അവൻ അങ്ങനെയുള്ള ഒരാളെ അല്ല, അവൻ്റെ അമ്മ അവനെ അങ്ങനെ വളർത്തി വഷളാക്കിയിരിക്കുന്നു, അതുകൊണ്ട് അവൻ്റെ കാര്യം ഈ ഫംഗ്ഷനിൽ പറയുകയേ വേണ്ടെന്ന് പറയും. ഭാവി SIക്ക് എൻ്റെ വക ഒരു ചെറിയ സമ്മാനമെന്ന് പറഞ്ഞ് ആദർശ് ഒരു നെക്ലേസ് എടുത്ത് നയനയുടെ കൈ കൊടുക്കുന്നുണ്ട്. നയനെ അത് നന്ദുവിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കും. അപ്പോൾ നവ്യ പറയും, ഇത് ചെറിയ സമ്മാനമൊന്നും അല്ലല്ലോ, വലിയ സമ്മാനം തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി പിന്നെ ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് നന്ദു എല്ലാവരുടെയും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ആ സെൽഫി നവ്യ ജലജയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ജലജ ആ ഫോട്ടോയും കൊണ്ട് ദേവയാനിയുടെ അടുത്ത് വരും. ഇടത്ത് ഇത് കണ്ടോ, ഇവൾ ഒക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തന്നിരിക്കുന്നു, എനിക്കെന്നത്തിന് അയച്ചു തന്നത് എന്നെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാ, ഇവളുമാരെല്ലാം ആഘോഷിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ചെറുക്കൻ എന്തിനാ അവരുടെ കൂടെ പോയി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കും. ദേവയാനിക്ക് പക്ഷേ ആ ഫോട്ടോ കാണുമ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അത് ജലജയുടെ മുമ്പിൽ അങ്ങനെ പ്രകടിപ്പിക്കുന്നൊന്നുമില്ല. എന്നിട്ട് പറയും, അവൻ്റെ ഭാര്യ അങ്ങോട്ട് പോയപ്പം പിന്നെ അവന് പോകാതിരിക്കാൻ പറ്റുമോ, അവൻ്റെ ഭാര്യയുടെ അനിയത്തിയും വീട്ടുകാരും ഒക്കെ അല്ലേ, നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഒരു കാര്യം, ഞാനത് ഏട്ടത്തിയോട് പറയണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു, എന്തിനാ ഏട്ടത്തി ഇവരെ ടൂറിനൊക്കെ പറഞ്ഞു വിട്ടെ, ഇനിയിപ്പം അവൾ ഗർഭിണിയായി ഒരു കുഞ്ഞൊക്കെ ആകുകയാണെങ്കിൽ പിന്നെ ആദർശ് പൂർണ്ണമായിട്ടും ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് അങ്ങ് പോകും, അവളുടെ ചൊൽപ്പടിയിലാകുമെന്നൊക്കെ പറയും. അതിനിപ്പോൾ എന്താ ജലജെ, നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ, ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ടുള്ളൊരു കാലത്തല്ലേ നമ്മളും ജീവിച്ചിരുന്നത്, ഇപ്പം അവനോട് അങ്ങനെയൊന്നും ജീവിക്കരുതെന്ന് പറയാൻ നമുക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ജലജയ്ക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നേ ഇല്ല. എന്നാലും ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് ഏട്ടത്തിയുടെ മകൻ അങ്ങ് പോവും കേട്ടോ, അവൾ അവനെ ഇപ്പം തന്നെ ഒതുക്കി വെച്ചിരിക്കുക, ഇനിയിപ്പം പൂർണ്ണമായിട്ടും ഏട്ടത്തിയുടെ കയ്യിൽ കിട്ടാതാകുമെന്നൊക്കെ പറയുമ്പോൾ ഒക്കെ ദേവയാനി ഓരോ ഒഴിവുകഴിവൊക്കെ പറഞ്ഞ് അങ്ങ് വിടുന്നുണ്ട്. ജലജ പോയി കഴിയുമ്പോഴത്തേന് ദേവയാനി ആ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ മരുമോളുടെ അനിയത്തിക്ക് എനിക്ക് ഒരു സമ്മാനം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ പുറമേ എനിക്ക് ആ സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊടുക്കാതിരുന്നത്, എന്തായാലും ആദർശ് കൊടുത്തല്ലോ, അത് തന്നെ ആശ്വാസമായെന്ന് പറയും. ആദർശ് വരുന്നത് നോക്കി ബാൽക്കണി നിൽക്കുകയാണ് ദേവയാനി. അപ്പോൾ ആദർശിൻ്റെ കാറ് വരുമ്പോഴത്തേന് ആകാംക്ഷയോടെ കാറിൽ നിന്ന് ആരൊക്കെ ഇറങ്ങുന്നെന്ന് നോക്കുമ്പോഴത്തേന് ആദ്യം ആദർശ് ഇറങ്ങും, പിന്നെ നവ്യ ഇറങ്ങും. അന്നേരമൊക്കെ അങ്ങ് ആകെ ഒരു ഡൗൺ ആകുകയാണ് ദേവയാനി. അന്നേരമാണ് നയന ഇറങ്ങുന്നത് കാണുന്നത്. അത് കാണുമ്പോഴത്തേന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ദേവയാനിക്ക്. അന്നേരം പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരും. ഇവർ അന്നേരത്തേന് കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേന് ആദർശ് പറയുന്നുണ്ട്, അമ്മ ഇന്ന് തന്നെ നിന്നെ ഇങ്ങ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങ് കൊണ്ടുപോകുന്നത്, അല്ലേ 2 ദിവസം അവിടെ നിന്നിട്ട് പോന്നാൽ മതിയായിരുന്നു. അപ്പം നവ്യയും പറയും, നമ്മൾ ഇന്ന് 2 ദിവസം അവിടെ നിന്നിരുന്നെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായാലും, ഇനി നന്ദു ആണെങ്കിൽ പോയിട്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ അല്ലേ വരത്തുള്ളൂ, അതുവരെ നമുക്ക് അവിടെ നിൽക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേന് നയന പറയുന്നുണ്ട്, എനിക്ക് അമ്മയുടെ സ്വഭാവം അങ്ങോട്ട് ഒട്ടും മനസ്സിലാകുന്നില്ല, എന്നെയോട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഇഷ്ടവുമല്ല, എന്നാൽ എന്നെയോട്ട് വീട്ടിൽ വിടത്തുമില്ല, ഇതെന്താ സ്വഭാവമൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയും. ആ സമയത്ത് പെട്ടെന്ന് ദേവയാനി കതവ് തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ആഹാ വന്നോ, ഞാൻ ഓർത്ത് ഇവൾ അവിടെ നിൽക്കുമെന്നാണ് വിചാരിച്ചെന്ന് പറയും. അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നുണ്ട് ആദർശ്. നിനക്ക് ഇവളെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അത് കാരണം ഇവളെ അവിടെ നിർത്തിയിട്ട് വരണ്ട എന്ന് ഞാൻ പറഞ്ഞെന്ന് ദേവയാനി പറയും. എന്നോട് 2 ദിവസം നിൽക്കാമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാതിരുന്നതിന് കാരണം എനിക്ക് 1.5 മാസം കഴിയുമ്പോഴത്തേന് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ, പിന്നെ എനിക്ക് അവിടെ നിൽക്കാം, പക്ഷേ ഞാൻ അവിടെ നിൽക്കണമെന്നാണ് എൻ്റെ ഭർത്താവും അമ്മായിയമ്മയും ആഗ്രഹിക്കുന്നത്, എന്നാലും ഞാനിങ്ങി പോകുന്നതാണെന്ന് നവ്യ പറയുന്നുണ്ട്. നേരെ ചൊവ്വയൊക്കെ കയറി വന്നിരുന്നെങ്കിൽ അമ്മായിമ്മമാരൊക്കെ ഇപ്പം മരുമക്കളെ സ്നേഹിക്കത്തില്ലായിരുന്നോ എന്ന് ദേവയാനി പറയുന്ന കേൾക്കും. ആദർശ് ചോദിക്കും, ഇവിടെ നേരെ ചൊവ്വയെ കയറി വന്നതാണല്ലോ അനാമിക, അവൾ കുറേ ഏതാണ്ട് സ്വർണ്ണമോ പണമോ ഏതാണ്ടൊക്കെ കൊണ്ടുവന്നെന്ന് പറയുന്നു, പക്ഷേ നയനെ വരച്ച് നമുക്ക് ഡിസൈൻ തന്നതിനകത്തുനിന്ന് കമ്പനിക്ക് എത്ര കോടി രൂപയാണ് കിട്ടിയെന്ന് അമ്മയ്ക്ക് അറിയാവോ, 100% പിന്നെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയും. അതൊക്കെ അവൾ വലിയ ഡിസൈനർ ആയതുകൊണ്ടല്ലേ, അതുകൊണ്ട് ഇപ്പം ഞാൻ എന്നാ പറയുന്നത്, നീ എന്തിനാ എപ്പോഴും ഇവളെ ഇങ്ങനെ പൊക്കി പറയുന്നത് എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നും അല്ല എന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് ദേഷ്യപ്പെടുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേന് ശരിക്കും നയനയ്ക്കും ആദർശിനുമൊക്കെ സങ്കടം വരുന്നുണ്ട്. അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.